ഇതിൻ്റെ പേരാണ് കമ്മലുണ്ടാക്കുമ്പോൾ കമ്മലിലും മാലയിലും വളയിലും ബ്രേസ്ലെറ്റിലും ഏറ്റവും പ്രധാനപ്പെട്ടത് വെറും 4 രൂപയേ ഉള്ളൂ. ഇറ്റ്സ് മീ സുകന്യ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആര്യാസ് വേൾഡ്. ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ബേസിക് മെറ്റീരിയൽസുകളെക്കുറിച്ചും ടൂൾസുകളെക്കുറിച്ചുമാണ്. അപ്പോൾ ആദ്യം തന്നെ ടൂൾസുകളെ പരിചയപ്പെടുത്താം. ഇവിടെ ഞാൻ ആകെ 4 ടൂൾസുകളെ എടുത്തു വെച്ചിട്ടുള്ളൂ. ഒരുപാട് വലിച്ചു വാരി ടൂൾസുകളൊന്നും വാങ്ങാൻ നിൽക്കണ്ട. ഇത്രയും ടൂൾസുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എല്ലാ ഏരിയയിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനിയേ നമുക്ക് ഓരോ ടൂൾസുകളായിട്ട് പരിചയപ്പെടാം. ഇവനാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള താരം. ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും നിർബന്ധമായിട്ടും വേണ്ട ഒരു ടൂളാണ്. ഇവൻ്റെ പേരാണ് സ്റ്റോൺ സ്റ്റിക്കിംഗ് പെൻ. ഇനി ഇത് വാങ്ങാൻ കടയിൽ പോകുമ്പോൾ എത്ര രൂപയാകും എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? ഞാനിത് 35 രൂപയ്ക്കാണ് വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ ചില കടയിലൊക്കെ പോയി ചോദിക്കുമ്പോൾ 25 രൂപയ്ക്കും കിട്ടുന്നേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ പേന വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പശയും കൂടെ കിട്ടും. പശ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ടിപ്പിൽ കുറച്ച് ആക്കിയിട്ട് വേണം നമ്മളിതുപോലെ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ മാത്രമേ ഈ കാണുന്ന പോലെ സ്റ്റോണ് ഇതിൻ്റെ അറ്റത്ത് ഒട്ടി നിൽക്കുള്ളൂ. ഇനി നമുക്ക് എവിടെയാണ് ഇത് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് നമ്മുടെ B7000 പശ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒന്നും പശയൊന്നും ആവില്ല. സ്റ്റോണുകളുടെ മുകൾ ഭാഗത്തും പശയാവില്ല. നല്ല വൃത്തിയായിട്ട് സ്റ്റോണുകൾ ഒട്ടിച്ചാൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ. ഇനി അടുത്തതായിട്ട് കട്ടറിനെ പരിചയപ്പെടാം. ഇതാണ് കട്ടർ. ഞാൻ ഈ കട്ടർ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ടർ ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത് വേഗം കംപ്ലൈൻ്റ് ആയിട്ട് പോയി. വെറും 70 രൂപയ്ക്ക് വാങ്ങിയ കട്ടറായിരുന്നു. പെട്ടെന്ന് നാശമായിപ്പോയി. ഇത് മീഷോന്ന് കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ കട്ടറാണ്. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയി. ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇനി ഈ കട്ടറിൻ്റെ യൂസ് എന്താണെന്ന് കാണാലോ. കണ്ടില്ലേ, ഇതുപോലെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് കളയാൻ. ഞാൻ ജ്വല്ലറി മേക്കിംഗ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഈ ടൂൾസുകളൊന്നും ഇല്ലാണ്ടാണ് ചെയ്തത്. അപ്പോൾ കമ്പി വളയ്ക്കാനോ കട്ട് ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതൊരു ജ്വല്ലറി ഉണ്ടാക്കിയാലും അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പും കിട്ടില്ല, ഭംഗി ഉണ്ടാവില്ലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കട്ടർ ഇല്ലാതെ ചെയ്താൽ എന്താ എന്ന് വിചാരിക്കുന്നവരോട് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ ജ്വല്ലറി മേക്കിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് നോസ് പീലറാണ്. നോസ് പീലർ എന്ന് മാത്രമല്ല നോസ് പ്ലെയർ എന്നും ഈ ഒരു ടൂളിനെ പറയാറുണ്ട്. ഇതിൻ്റെ ടിപ്പ് ഭാഗം നല്ല ഷാർപ്പായിട്ട് റൗണ്ടായിട്ടുള്ളതും അത്ര ഷാർപ്പല്ലാത്ത റൗണ്ടിലുള്ളതും കിട്ടും. നല്ല ഷാർപ്പ് റൗണ്ടിലുള്ള നോസ് പ്ലെയർ ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇതുപോലെ ലൂപ്പ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു പ്ലെയർ തന്നെ വാങ്ങണമെന്നില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ലോക്കലായിട്ടുള്ള പ്ലെയർ ആയാലും മതി. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്ലെയറും കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇതും കൊണ്ടും ചെയ്യാൻ പറ്റും. ഇനി ഈ പ്ലെയറിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ? ഞാനിത് 70 രൂപയ്ക്കാണ് വാങ്ങിയത്. 60 രൂപ മുതൽ 85 രൂപ വരെ വാങ്ങുന്ന കടകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഷാർപ്പ് പ്ലെയറിന് 180 രൂപയാണ് ഒരെണ്ണത്തിന് വില വരിക. 180 മുതൽ അങ്ങോട്ട് വലിയ വിലയ്ക്കുള്ളതൊക്കെ കിട്ടും. ഇനി അടുത്തതായിട്ട് കത്രികയെക്കുറിച്ച് പിന്നെ ഒന്നും പറയണ്ടല്ലോ. അങ്ങനെ ടൂൾസുകളെല്ലാമായി. ഇനി ബേസിക് മെറ്റീരിയൽസ്. ആദ്യം പരിചയപ്പെടുന്ന മെറ്റീരിയലാണ് ബാക്ക് സ്റ്റഡ്. കമ്മലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കുന്ന സ്റ്റഡാണ് ബാക്ക് സ്റ്റഡ്. ഈ സ്റ്റഡുകൾക്ക് 10 ഗ്രാമിന് 10 രൂപയാണ് വില. മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇങ്ങനെ ഗ്രാമിൽ തൂക്കിയാണ് വാങ്ങുക. ബാക്ക് സ്റ്റഡ് ഗോൾഡൻ കളറിലും സിൽവർ കളറിലും കിട്ടും. അതല്ലാതെ പല വലിപ്പത്തിലുള്ളതും ഷേപ്പിലുള്ളതും കിട്ടും. അതിനനുസരിച്ച് വിലയിലും മാറ്റം വരും. അടുത്തതായിട്ട് ഇയറിംഗ് ഹുക്ക്. കമ്മലിന് സ്റ്റഡ് വെക്കാതെ ഇതുപോലെ ഹുക്ക് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിയറിംഗ് ഹുക്ക് ഉപയോഗിക്കുന്നത്. ഇതിന് 10 ഗ്രാമിന് 30 രൂപയാണ് വില വരുന്നത്. ഇതും ഗോൾഡ് കളറിലും സിൽവർ കളറിലും വാങ്ങാൻ കിട്ടും. ഇനി കാണാൻ പോകുന്നത് ഹെഡ് പിൻ. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരിപ്പോൾ കാണാപ്പാടായിട്ടുണ്ടാവും. എന്നാലും മെറ്റീരിയൽസുകൾ മാത്രം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ് ഡെയിലി വരാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ പേര് ഹെഡ് പിൻ, ഫ്ലാറ്റ് ഹെഡ് പിൻ. ഇതിൻ്റെ തലഭാഗം ഇങ്ങനെ പരന്നിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഫ്ലാറ്റ് ഹെഡ് പിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തലഭാഗം റൗണ്ട് ഷേപ്പിലുള്ളതുണ്ട്. അതിന് റൗണ്ട് ഹെഡ് പിൻ എന്നും പറയും. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് കണ്ടോ? ഇതുപോലെ മുത്തുകളൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ് പിന്നുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ 10 ഗ്രാമിന് 10 രൂപ. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഐ പിൻ. ഈ ഐ പിന്നുകൾക്ക് 10 ഗ്രാമിന് 10 രൂപയാണ് വില വരുന്നത്. ഗോൾഡ് കളറിലും സിൽവർ കളറിലും കിട്ടും. ഹെഡ് പിന്നുകളെ പോലെയല്ല ഐ പിന്നുകളുടെ തലഭാഗം ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഇനി ഐ പിന്നുകളെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നറിയണ്ടേ? കമ്മലിലും മാലയിലും വളയിലും ബ്രേസ്ലെറ്റിലും ഒക്കെ ഉപയോഗിക്കാം. ഐ പിന്നുകളെ പ്രധാനമായിട്ടും ഇതുപോലെ ചെയിനായിട്ട് കണക്ട് ചെയ്ത് പോകാനാണ് ഉപയോഗിക്കുന്നത്.
കണക്ട് ചെയ്തിട്ടുള്ള ഐപ്പിന്നുകളുടെ വാല് ഭാഗത്ത് ഇതുപോലെ മുത്തുകളും കോർത്തു കൊടുക്കാം. അങ്ങനെ ഐപ്പിന്നുകളെയും പരിചയപ്പെട്ടല്ലോ. അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് OHP ഷീറ്റ് അഥവാ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഈ ഷീറ്റിന് A4 വലുപ്പത്തിലുള്ള ഒരെണ്ണത്തിന് 4 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഇതിൻ്റെ യൂസുകൾ എന്താണെന്ന് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ കമ്മൽ, പെൻഡൻറ്റ് ഇതൊക്കെ ഒട്ടിക്കാൻ ഈ ഒരു OHP ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ക്രിസ്റ്റൽ ടാക്ക്. ഇതാണ് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാക്ക്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു റോള് 100 മീറ്ററാണ്. 100 മീറ്ററിന് 50 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത്രയൊന്നും ആവശ്യമില്ലാത്തവർക്ക് ചെറിയ വിലയ്ക്കൊക്കെ കിട്ടും. 15 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ ചെറിയ ചെറിയ റോളുകൾ കിട്ടും. പിന്നെ ഈ ഒരു ടാക്കിന് പല പല സൈസുകളിൽ കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 1.0 ആണ്. മുത്തുകളുടെ ഹോളുകൾക്കനുസരിച്ചാണ് ഇതിൻ്റെ സൈസ് നമ്മൾ നോക്കിയെടുക്കുന്നത്. ഒരു മീഡിയം സൈസ് വാങ്ങുകയാണെങ്കിൽ എല്ലാം കോർക്കാൻ പറ്റും. അടുത്തതായിട്ട് കാണുന്നത് ഗിയർ വയറാണ്. ഇപ്പോൾ ഇൻവിസിബിൾ നെക്ലേസ് ഒക്കെ ഒരുപാട് ട്രെൻഡിങ് ഉള്ള സാധനമാണ്. ഇൻവിസിബിൾ നെക്ലേസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വയറാണ് ഗിയർ വയർ. ഈ ഗിയർ വയറുകളും പല വിലയിലാണ് പല കടയിലും കൊടുക്കുന്നത്. 45 രൂപ മുതൽ 55 രൂപ വരെ കൊടുക്കുന്ന കടകളുണ്ട്. പിന്നെ ഈ ഗിയർ വയറുകൾ ഒരുപാട് കളറുകളിൽ കിട്ടും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗോൾഡ് കളറും സിൽവർ കളറും ഗിയർ വയറുകളാണ്. ഗിയർ വയറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങേണ്ട ഒരു സാധനമാണ് ഗിയർ ലോക്ക്. ഇതില്ലാതെ ഒരു മാലയും ഈ ഗിയർ വയർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഗിയർ ലോക്കുകൾക്ക് 5 ഗ്രാം 35 രൂപയാണ് വില വരുന്നത്. ഗോൾഡ് കളറിലും സിൽവർ കളറിലും കിട്ടും. അടുത്തതാണ് ജംറിങ്. ഇതാണ് സാധനം. ഗോൾഡ് കളറിലും സിൽവർ കളറിലും കിട്ടും. കൂടാതെ പ്ലേറ്റഡ് ഗോൾഡ് കളറിലും കിട്ടും. വില 10 ഗ്രാം 10 രൂപ തന്നെയാണ്. ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായും മാലയ്ക്ക്, കമ്മലിന്, ബ്രേസ്ലെറ്റിന്. ജംറിങ്ങുകളും ചെറിയ സൈസ് മുതൽ കിട്ടും. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ളത് അങ്ങ് വാങ്ങിയാൽ എല്ലാത്തിനും ഉപയോഗിക്കാം. നമുക്ക് നോസ് പ്ലെയർ കൊണ്ട് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. ഇവിടെയും നോസ് പ്ലെയറുകളാണ് ഈ ഒരു ജംറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. ഇതുപോലെ അകത്താനും ടൈറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നോസ് പ്ലെയർ തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ വില 10 ഗ്രാമിന് 10 രൂപ. ഇനി നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം വാങ്ങേണ്ട ഒരു സാധനമാണ് B7000 ഗം. ഈ ഒരു പരിപാടിക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ് ഈ ഒരു പശ. ഞാനിപ്പോൾ ഈ പശകൾ മീഷോന്നാണ് വാങ്ങാറ്. മീഷോയിൽ വിലയും കുറവാണ്, നല്ല അടിപൊളി പശയുമാണ്. അടുത്തത് കാണുന്നത് വാക്സ് സ്ട്രിപ്പ് പേപ്പറാണ്. ഞാനിപ്പോൾ വൈറ്റ് കളറാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗോൾഡ് പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ കടയിൽ നിന്ന് വാക്സ് സ്ട്രിപ്പ് പേപ്പർ വാങ്ങാറേ ഇല്ല. നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഷോപ്പറുകളുണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും വാക്സ് സ്ട്രിപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുതിയത് നോക്കി ഉപയോഗിക്കുക. എന്നാൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ല വൃത്തിയായിട്ട് നിന്നോളും. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് റൗണ്ട് സ്പേസറാണ്. ഈ കാണുന്ന സാധനമാണ് അത്. ഇതിൻ്റെ ഗോൾഡ് കളറിലും സിൽവർ കളറിലും കിട്ടും. ഈ ഒരു റൗണ്ട് സ്പേസർ വാങ്ങുമ്പോൾ ഈ ക്രിസ്റ്റൽ സ്റ്റോണുകൾ നിർബന്ധമായിട്ട് വാങ്ങണം. ഇതിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ സ്റ്റോൺ സ്റ്റിക്കിംഗ് പെൻ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ ക്രിസ്റ്റൽ സ്റ്റോണുകളെ എടുത്തതിന് ശേഷം ഈ റൗണ്ട് സ്പേസറിൻ്റെ മുകളിൽ കുറച്ച് ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്റ്റോണുകൾ ചെരിയാതെ നല്ല വൃത്തിയായിട്ട് അവിടെ നിന്നോളും. ഈ ക്രിസ്റ്റൽ സ്റ്റോണുകളെ കണ്ടോ, ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റോണുകളെ കാണാനാണെങ്കിൽ നല്ല 3D ലുക്ക് തന്നെയായിരിക്കും കാണാൻ. ഈ സ്റ്റോണുകൾ വാങ്ങുകയാണെങ്കിൽ കമ്മലിനും മാലയ്ക്കും പാദസരത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് കാണുന്നത് സ്റ്റോൺ ചെയിൻ അല്ലെങ്കിൽ റൈൻ സ്റ്റോൺ എന്ന് പറയും. ഈ സ്റ്റോൺ ചെയിനുകൾ പല നിറത്തിലും കിട്ടും. കളറ് മാറുന്നതിനനുസരിച്ച് വിലയിലും കൂടുതൽ വരും. ഈ ഒരു സ്റ്റോൺ ചെയിനിന് 25 രൂപയാണ് 1 മീറ്ററിന് വില വരുന്നത്. സ്റ്റോൺ ചെയിനുകൾ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ കമ്മലിന്, മാലയ്ക്ക്, ബ്രേസ്ലെറ്റിന്, കൂടാതെ ഹെയർ ബാൻഡിന്, ഡ്രസ്സിൽ വർക്ക് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു സാധനമാണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ. ഇനി കാണാൻ പോകുന്നത് ഈ ഒരു ചെയിനാണ്. ഇത് ശരിക്കും സിൽവർ കളറാണ്. ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇപ്പോൾ കറുപ്പ് കളറിലാണ് നിങ്ങൾക്ക് കാണുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൈ ചെയിനിൽ ഹാങ്ങിങ് ആയിട്ടാണ്. അതല്ലാതെ മാലയ്ക്കും കമ്മലിനും പാദസരത്തിനും ഒക്കെ ഈ ചെയിൻ ഉപയോഗിക്കാം. ഇത് മീഷോയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കുറേ ജ്വല്ലറീസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് മൊത്തം ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഇത് മാത്രം വാങ്ങിയാൽ നിങ്ങൾക്ക് ജ്വല്ലറി ഉണ്ടാക്കാം എന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള സ്റ്റോണുകളും ബീഡ്സുകളും ഒക്കെ വാങ്ങണം. എന്നാലാണ് ഞാനിപ്പോൾ കാണിക്കുന്ന പോലത്തെയുള്ള ജ്വല്ലറീസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ സ്റ്റോൺ ചെയിനുകളും മറ്റ് സ്റ്റോണുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ മെറ്റീരിയൽസാണ് വാങ്ങേണ്ടത് എന്നൊരു ഐഡിയയും കിട്ടും.
അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോസുകൾ കാണിച്ചു തരുന്നത്. ഇനി കുറച്ചുകൂടെ മെറ്റീരിയൽസൊക്കെ പരിചയപ്പെടുത്താനുണ്ട്. അത് ജിമിക്കി കമ്മലിൻ്റെ ബേസൊക്കെയാണ്. അതൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ ഹൈപ്പ് ബട്ടണും കൂടെ അമർത്തിക്കോളുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.